ഹായ് ഓൾ, വെൽക്കം ടു സൂത്തിങ്കർ. നമ്മൾ എവല്യൂഷൻ്റെ തിയറീസ് പലതും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ജീവികളുടെ എവല്യൂഷൻ നടന്നത്, അതിൻ്റെ സ്റ്റേജുകൾ എന്തൊക്കെയായിരുന്നു പഠിക്കാം. നമുക്ക് വെർട്ടിബ്രേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് നട്ടലുള്ള ജീവികൾ, നട്ടലില്ലാത്ത ഇൻസെക്റ്റ് പോലെ അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ് ഇങ്ങനെയുള്ള മറൈനും ടെറസ്ട്രിയലും ആയിട്ടുള്ള ജീവികളെ കഴിഞ്ഞ് പിന്നീട് ഡെവലപ്പായി വന്ന നമ്മളൊക്കെ വരുന്ന നട്ടലുള്ള ജീവികളുടെ വർഗ്ഗം, അതായത് വെർട്ടിബ്രേറ്റ്സ്. ഇവരുടെ പ്രത്യേകത ബോണി സ്കെൽറ്റൻ ആയിരുന്നു. അതിന് മുമ്പുള്ളവർക്കൊന്നും ബോൺസ് വളരെ കുറവായിരുന്നെങ്കിൽ, ബോൺസ് ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ബോണി സ്കെൽറ്റൻ, ഇന്റേണൽ സ്കെൽറ്റൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്പായി, വെൽ ഡെവലപ്ഡ് ബ്രെയിൻ, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്ന രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ടാകുന്നുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ വളരെ ഡെവലപ്ഡ് കണ്ടീഷനിലേക്ക് പോവാണ്. അതുകൊണ്ട് ഒരു ഹയർ കാറ്റഗറീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ സബ്ഫൈലം വെർട്ടിബ്രേറ്റ്സ് വരുന്നത് ഫിഷസിൻ്റെ ഗ്രൂപ്പാണ്, അതായത് സൂപ്പർ ക്ലാസ് സ്പീസസ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് അങ്ങനെ നമുക്ക് ഫിഷിനെ മാത്രം എടുത്താൽ അതിൻ്റെ പ്രിമിറ്റീവ് കണ്ടീഷൻ തൊട്ട് പറയണം. അതായത് വെർട്ടിബ്രേറ്റ്സിൻ്റെ ആദ്യ കാലത്ത് ജോലെസ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് താടിയിലില്ലാത്തത്, അവരെ വിളിക്കുന്നത് എഗ്നാത്തൻസ് എന്നായിരുന്നു. അവരുടെ ഏർലി കണ്ടീഷൻ ഒരു മീനിൻ്റെ പോലെ തന്നെയാണ് അവരുടെ ശരീരം, പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു ഫോർമേഷൻ ഉണ്ടായിട്ടില്ല. അവർക്ക് സർക്കുലർ മൗത്താണ്, കൂടുതലും പാരസൈറ്റുകളാണ്, ബോട്ടം ഫീഡേഴ്സ്, അവർ അക്വാട്ടിക് ആണ് കൂടുതൽ എല്ലാവരും. പിന്നീട് അവർ കൂടുതൽ ഡെവലപ്പായി, ടെയിൽ കൂടുതൽ ഫോം ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ഇന്റേണൽ സ്ട്രക്ചറിലേക്ക് ബോൺ കൂടുതലായി വന്നു. ആദ്യകാലത്ത് ബോൺസ് കുറവായിരുന്നു, പിന്നീട് ബോൺ കൂടുതലായി വന്നു. അങ്ങനെ ഒരു ലേറ്റർ ലെവലിലേക്ക് എഗ്നാത്തൻസ് വന്നു. ആ ഡെവലപ്മെന്റിൽ നിന്ന് സാവധാനം ഉള്ള ഓർഗാനിസംസ് ആയി മാറി. അതായത് നാത്തോസ്റ്റൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. നാത്തോസ്റ്റൊമാറ്റ അവരുടെ ജോസ് ഡെവലപ്പ് ആയതോടുകൂടി അവരുടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി. കാരണം അവർക്ക് ഒരുപാട് തരം ഫുഡിനെ ഫീഡ് ചെയ്യാനുള്ള അവസരം വന്നു. കാരണം ച്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും വന്നു. പിന്നെ നേരത്തെ ഗിൽസിനെ യൂസ് ചെയ്തിട്ട് അവർ വെള്ളം വലിച്ചെടുക്കുന്ന കൂട്ടത്തിലാണ് ഫുഡ് എടുത്തുകൊണ്ടിരുന്നത്. ഫിൽറ്റർ ഫീഡിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഗിൽസ് ഗ്യാസ് എക്സ്ചേഞ്ചിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. മൗത്തിൽ കൂടി ഫുഡ് എടുക്കാനുള്ള കഴിവ് അവർക്ക് വന്നു, ച്യൂ ചെയ്യാനുള്ള കഴിവ് വന്നു. അതുകൊണ്ട് വാസ്റ്റ് വെറൈറ്റി ഓഫ് എക്കോളജിക്കൽ നിഷസ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയസിലൊക്കെ അവർക്ക് പോകാൻ പറ്റി. അങ്ങനെ അവരുടെ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായി മാറി. നാത്തോസ്റ്റൊമാറ്റയുടെ ആദ്യത്തെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് പറയാൻ പറ്റുന്നത് അക്കാന്തോഡിയൻസ് ആണ്. അക്കാന്തോഡിയൻസ് മീനിനെ പോലെ തന്നെ ഒരു പ്രിമിറ്റീവ് കണ്ടീഷനുള്ളവരാണ്. അവർക്ക് ഫിൻസ് ഫോം ചെയ്യുന്നുണ്ട്, പെയ്ഡ് ഫിൻസ് ഫോം ചെയ്യുന്നുണ്ട്, ബ്രെയിൻ സ്കള്ള് പോലെ ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിൽസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എല്ലാം ഉണ്ടായിരുന്നു, ഗിൽസിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ബോൺസ് ഉണ്ടായിരുന്നു. അത് പതുക്കെ താടിയിൽ പോലെ നീണ്ടു വരുവാണ് ചെയ്തത്. ഓൾറെഡി സ്കള്ള് ക്രൈനിയൊക്കെ ഡെവലപ്പ് ആയതുകൊണ്ട് അപ്പർ ജോ ഉണ്ടായിരുന്നു. ഈ ഒരു ബോൺ കൊണ്ട് ലോവർ ജോ കൂടെ ഉണ്ടായി അവർക്ക് മൗത്ത് പ്രോപ്പറായിട്ട് ഫോം ചെയ്യുന്നുണ്ട്.